ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവര്, നമുക്കിന്ന് 60-ാമത്തെ സങ്കീർത്തനം ഒന്ന് ധ്യാനിച്ചാലോ? ഒരു ജനതയുടെ വിലാപത്തെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം പറയുന്നത്. 12 വചനങ്ങൾ മാത്രം. ദൈവത്തോടൊത്ത് പ്രവർത്തിക്കുവാനായിട്ടാണ് സങ്കീർത്തകൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. വിലാപത്തിൻ്റെ ഗണത്തിൽപ്പെടുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കേണ്ടതിനായിട്ട് യാചന, ദൈവത്തോടൊത്ത് ശക്തമായിട്ട് പ്രവർത്തിക്കാമെന്നുള്ള ഉറപ്പും നൽകുന്നതാണ് ഈ സങ്കീർത്തനം. ഇസ്രായേലിൻ്റെ ജീവിതകാലത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് ഈ സങ്കീർത്തനത്തിൽ ഉടനീളം വിവരിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവം രക്ഷകനാണ്, സമീപസ്ഥനാണെന്നുള്ള ഉറപ്പ് നൽകുകയാണ്. ദൈവ സാന്നിധ്യമില്ലാതിരിക്കുമ്പോൾ മനുഷ്യനിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ ഉടലെടുക്കുമെന്നും ഈ അവസരത്തിൽ ശത്രുക്കൾ അവനെ ആക്രമണം നടത്തി മനുഷ്യന്റെ ജീവിതത്തെ താറുമാറാക്കുമെന്നും സങ്കീർത്തകൻ വിളിച്ചു പറയുന്നുണ്ട്. മനുഷ്യനിൽ നിന്നുള്ള സംരക്ഷണമല്ല ദൈവഭക്തനിൽ ശക്തി ഉറപ്പാക്കുക, മറിച്ച് ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ ശക്തിയിലാണ് അവന് ഊർജം ലഭിക്കുകയെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. ദൈവത്തോടൊത്ത് പ്രവർത്തിക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ, കടാക്ഷിക്കണമേ. അങ്ങ് നൽകുന്ന പ്രത്യാശയിൽ വളരാനും പ്രവർത്തിക്കാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾ നിരന്തരം പ്രവർത്തന നിരതമാക്കണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ദിവസം നമുക്ക് നിരന്തരം പ്രവർത്തിക്കാം. നമ്മുടെ സകല ഊർജവും എടുത്ത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവ് അനുസരിച്ച് എല്ലാം ഏറ്റവും ഭംഗിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് തീരുമാനമെടുക്കാം. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.